എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ മഴക്കാലത്തിൻ്റെ കാലവർഷത്തിൻ്റെ ഒരു പീക്കിൽ എങ്ങനെ നിൽക്കുകയാണ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ, അതായത് കാലവർഷം നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഴ കിട്ടുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കാലമായിട്ട് വേണം ഇതിനെ കണക്കാക്കാനായിട്ട്. പക്ഷേ ആയുർവേദത്തിൽ ഈ മഴക്കാലം പ്രത്യേകിച്ചും അതിൻ്റെ തുടക്കത്തിൽ ആരോഗ്യത്തിനെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുള്ള ഒരു സമയമായിട്ടാണ് അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ചികിത്സയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സമയം കൂടിയാണ് മഴക്കാലം. പൊതുവെ തുടക്കത്തിൽ മാത്രമല്ല, അത് ത്രൂ ഔട്ട്. എക്സ്ട്രീമായിട്ടുള്ള മഴക്കാലത്തിൻ്റെ സമയത്ത് നമുക്കധികം ചികിത്സകൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് കഴിഞ്ഞ് അതൊന്ന് ശമിച്ചു കഴിഞ്ഞാലാണ് കൂടുതലായിട്ടും ഈ മഴക്കാലത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ചികിത്സകൾ നടത്തുന്നത്. പ്രത്യേകിച്ച് ഈ വേനൽക്കാലം കഴിഞ്ഞിട്ടാണ് ഈ മഴക്കാലം വരുന്നത്. കേരളത്തിനെ സംബന്ധിച്ച് ഈ രണ്ട് കാലങ്ങളെ ശരിക്കുമുള്ളൂ. നല്ല എക്സ്ട്രീം ആയിട്ടുള്ള വേനൽക്കാലം, അത് കഴിഞ്ഞാൽ മഴക്കാലം. ഈ വേനൽക്കാലത്ത് ക്ലൈമറ്റ് വളരെയധികം ഡ്രൈ ആയിട്ടും ഉഷ്ണമായിട്ടും ഇരിക്കുന്ന അവസ്ഥയാണ്. ആ സമയത്ത് പെട്ടെന്ന് മഴ വരുന്ന സമയത്ത് ഈ ഡ്രൈനെസ്സും അതേപോലെ തന്നെ ബലക്കുറവും അധികം വർദ്ധിക്കും. അഗ്നി എന്ന് വെച്ചാൽ നമ്മുടെ ദഹനശക്തി വളരെയധികം കുറയും. അപ്പോൾ അതുകൊണ്ടുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുണ്ട്. അതേപോലെ തന്നെ ഈ ഡ്രൈ ആയിട്ടുള്ള ഒരു ബലം കുറഞ്ഞ ഒരു വേനൽക്കാലം കഴിഞ്ഞിട്ട് വരുന്ന മഴയിൽ ആ തണുപ്പ് കൊണ്ട് തന്നെ കൂടുതലായിട്ട് വാതം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് വാതം, അതേപോലെ തന്നെ പാരാലിസിസ് പോലെയുള്ള കണ്ടീഷൻസ്, പക്ഷാഘാതം പോലെയുള്ള അസുഖങ്ങൾക്കും സാധ്യത കൂടുതലുണ്ട്. അതിനെ നമ്മൾ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കണം. പിന്നെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള കണ്ടീഷൻസ് വരാൻ സാധ്യത കൂടുതലുണ്ട്. കാരണം ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ ഉഷ്ണമായിട്ടുള്ള ഭൂബാഷ്പം മുകളിലേക്ക് വന്നിട്ട് നമ്മുടെ ഇൻഫ്ലമേഷൻ കൂടുതലാക്കും ശരീരത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ ഇൻഫ്ലമേഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അതും നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ ഡൈജസ്റ്റീവ് പവർ കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇൻഡൈജഷൻ വരാതെ നോക്കണം. ഡൈജഷനെ ബാധിക്കുന്ന അസുഖങ്ങളും കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇത്രയൊക്കെയാണ് ഈ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഇൻഫെക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കൂടുതലും ഈ സ്കിൻ ഡിസോർഡേഴ്സ് അതിന് സാധ്യത കൂടുതൽ. അതേപോലെ തന്നെ ഫംഗസ് ആയിട്ട്, മോൾഡായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളും അത് വരാൻ സാധ്യത കൂടുതലുണ്ട്. എന്തായാലും മഴക്കാലം വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ചികിത്സയ്ക്ക് വളരെ പ്രധാനപ്പെട്ട സമയമാണ് ഇത് എന്ന് പറയുന്നത്. നമസ്കാരം.